عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഒട്ടേറെ സൗഭാഗ്യവന്മാരെ സംഭാവന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ റജബ് വിടയായത്. ഇതാ ശഅബാനെത്തി, 15 പുണ്യരാവ് കഴിഞ്ഞു. നിരവധി സൗഭാഗ്യങ്ങൾ ചെയ്ത മഹാഭാഗ്യവന്മാരുണ്ടാകാം. എന്നാൽ ചില ഹതഭാഗ്യവന്മാർ, ഭാഗ്യദോഷികൾ, അവരെവിടെയാ? അവർ വല്ലതും അറിയുന്നുണ്ടോ? അവരുടെ ജീവിതം അവർ തുലയ്ക്കുകയാണോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടൊരു വചനം കാണാം. നഹു ഖാൽ മനിസ്തവ യൗമാഹു, ഒരാളുടെ 2 ദിവസം ഒരുപോലെ ആയാൽ ഫഹുവ മഗ്ബൂനുൻ, അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്. വമൻ കാന ഗദുഹു ശർറൻ മിൻ യൗമിഹി, ഇന്നത്തേതിനേക്കാളും നാളത്തെ ദിവസം മോശമായാലോ ഫഹുവ മൽഊനുൻ, അവൻ ശപിക്കപ്പെട്ടവനാണ്. വമൻ ലം യകുൻ ഫി സിയാദ, എപ്പോഴും ഒരാൾ വർധനവിലായിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ നന്മ, എന്നാൽ ഫഹുവ നുഖ്സാൻ, അവൻ വളരെ കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലാണുള്ളത്. വമൻ കാന ഫി നുഖ്സാനി, ഒരാളുടെ ജീവിതത്തിൽ കുറവ് മാത്രമാണുള്ളതെങ്കിൽ ഫൽ മൗതു ഖൈറുൻ ലഹു, പിന്നെ അയാൾക്ക് മരിക്കലാണ് നല്ലത്. ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷങ്ങളും ഒന്നിൽ നിന്ന് മികവുള്ളതാകണം. അടുത്ത നിമിഷം കുറച്ചുകൂടി മെച്ചപ്പെടണം. പിന്നത്തത് വീണ്ടും മെച്ചപ്പെടണം. മറ്റൊരു ദിവസമാകുമ്പോൾ കൂടുതൽ നന്മകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. തിന്മകൾ കാണാനേ കഴിയരുത്. അതല്ലോ ഹസൻ ബസീർ അള്ളാഹുവിന് നിവേദനം കാണാം. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, അങ്ങനെ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം. അന്നഹു ഖാൽ, നബി തങ്ങൾ പറയുന്നു, അൽ മുഅ്മിനു ബൈന മഖാഫത്തൈനി, ഒരു വിശ്വാസി 2 ഭയങ്ങൾക്കിടയിലാണ്, ആശങ്കകൾക്കിടയിലാണ്. എന്താണ് അവൻ്റെ ഭയം? ബൈന അജ്ലിൻ ഖദ് മള, അവൻ്റെ കഴിഞ്ഞ ആയുസ്. ലാ യദ്രി മല്ലാഹു സാനിയും ബിഹി, ആ കഴിഞ്ഞ നാളുകളെക്കുറിച്ച് അള്ളാഹു എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് അവനക്ക് അറിയില്ലല്ലോ. വബൈന അജ്ലിൻ ഖദ് ബഖിയ ലാ യദ്രി, ഇനി അവൻ്റെ ശേഷിക്കുന്ന വയസ്സ്. മല്ലാഹു ഖാദിം ഫീഹി, അള്ളാഹു എന്താണ് അതിൽ വിധി കാണുന്നത് പറയാൻ കഴിയില്ല, അവനക്കറിയില്ല. അപ്പോൾ പിന്നെ എന്ത് വേണം? ഫൽയതസവ്വദിൽ അബ്ദു മിൻ നഫ്സിഹി ലിനഫ്സിഹി, ഒരാൾ അയാളുടെ നഫ്സിൽ നിന്ന് നഫ്സിന് വേണ്ടി, അയാൾക്ക് വേണ്ടി അയാൾ സമ്പാദിച്ചു കൊണ്ടിരിക്കണം, അഥവാ നന്മകൾ ആർജിച്ചു കൊണ്ടിരിക്കണം. ഒമിൻ ദുനിയാഹു ലി ആഖിറതിഹി, ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് വേണ്ടിയുള്ളത് അവൻ സമ്പാദിച്ചു കൊണ്ടിരിക്കണം. ഒമിൻ ഹയാത്തിഹി ലി മൗതിഹി, ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് വേണ്ടിയുള്ളത് അവൻ സമ്പാദിച്ചു കൊണ്ടിരിക്കണം. അതെ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം വ്യക്തമാക്കുന്നത് എന്താണ്? അലക്ഷ്യമായി, അശ്രദ്ധമായി കഴിയല്ല വേണ്ടത്. ഇപ്പോൾ പുണ്യമാസങ്ങളും പുണ്യനിമിഷങ്ങളൊക്കെ വരും. ഇനിയിപ്പോൾ ഇതാ വിശുദ്ധ റമദാൻ വെളിപ്പാട് അകലെയാണല്ലോ, നമ്മൾ നന്നാകാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതം ഇതനുസരിച്ചു കൊണ്ട് നമുക്ക് ക്രമീകരിക്കുവാനും മെച്ചപ്പെടുത്തുവാനുമൊക്കെ കഴിയുന്നുണ്ടോ? എവിടെയാണ് നമ്മുടെ അവസ്ഥാവിശേഷം നിൽക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിച്ച് നമ്മുടെ സമയങ്ങൾ പാഴാക്കുന്നതിന് കൊണ്ട് ബുദ്ധിമാന്മാൻ പേർപ്പെടണം. യഥാർത്ഥ ബുദ്ധി അതാണല്ലോ. ഞാൻ എന്തിനിവിടെ ജീവിക്കുന്നു? എന്താണ് എൻ്റെ ഇനി എവിടേക്ക് പോകാനുള്ളത്? അതിലേക്ക് എന്ത്? വെറുതെ ഇങ്ങനെ ഗെയിമിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ അങ്ങാടിയിൽ പോയി തൊലയേണ്ടതോ, വെറുതെ ഇങ്ങനെ റോട്ടിലോ വർത്തമാനം പറഞ്ഞു നിന്ന് സമയം കളയേണ്ടതാണോ? സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ അങ്ങാടിയിൽ ആദ്യം എത്തുന്നവനും അവിടെ നിന്ന് ഏറ്റവും അവസാനം പുറപ്പെടുന്നവനുമാകരുത്. നിശ്ചയം പിശാചിന്റെ വാസസ്ഥലം, കൊടിയുടെ കേന്ദ്രവും ഈ അങ്ങാടിയാണ് എന്ന് പറഞ്ഞാൽ, അങ്ങാടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ റോഡ്, അല്ലെങ്കിൽ കവല ജംഗ്ഷൻ എന്നൊക്കെ പറയും. കാര്യങ്ങൾക്ക് മാത്രം പോവുക. അത് കഴിയുമ്പോൾ അവൻ ആത്മീയതയുടെ മറ്റു വഴികൾ ചിന്തിക്കുക. വെറുതെ കൂട്ടം കൂടി ഇന്ന് വർത്താനം പറയൽ തെറ്റ് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. സമയങ്ങൾ നമ്മളെ ആരെയും കാത്തു നിൽക്കുന്നില്ലല്ലോ. ഒന്ന് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ മാറി വരികയല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തു വേണം? ആശങ്കയിൽ, അതീവ ദുഃഖത്തിൽ, അതീവ ബേജാറിൽ, അല്ലാ എൻ്റെ അവസ്ഥ എന്ത്? എൻ്റെ സമയങ്ങളെല്ലാം ഫലപ്പെടുന്നുണ്ടോ? നാളെ എന്താണ് വരാനിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ നന്മകളാണോ കൂടുതൽ, തിന്മകളാണോ കൂടുതൽ? ഈ ശഅബാന്റെ ദിനങ്ങൾ, സമയങ്ങളുമൊക്കെ
ഈ ചിന്തകൾക്ക് ഒന്ന് ശാക്തീകരണം നൽകുന്നത് തീർച്ചയായിട്ടും വിശ്വാസിക്ക് ഉചിതമാണ്. ഒരാൾ വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ സ്വന്തം ശരീരത്തോട് ഒരുപാട് അക്രമമൊക്കെ കാണിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. താങ്കൾ എനിക്കൊരു ഉപദേശം തന്നാൽ, എന്നാൽ എനിക്ക് ഈ അതിക്രമത്തിൽ നിന്നൊക്കെ അവസാനിപ്പിക്കാമല്ലോ. ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? 6 കാര്യങ്ങൾ എന്നിൽ നിന്ന് നീ സ്വീകരിക്കുക, ശേഷം നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എന്നാൽ ഏതാണ് ആ 6 കാര്യം? അപ്പോൾ ഒന്നാമത് പറഞ്ഞു കൊടുക്കുന്നു, ഇൻ അറത്ത അൻ തഅസിയല്ലാഹ ഫലാ തഅകുൽ റിസ്ഖ. അള്ളാഹുവിനെതിർ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ്റെ ഭക്ഷണം നീ കഴിക്കരുത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹദാ വല്ലാഹി ഷദീദ്. ഇത് അല്പം കാഠിന്യമുള്ള ഗൗരവമുള്ള വിഷയമാണല്ലോ. കാരണം കരയിലും കടലിലും മണലിലും മലയിലും ഒക്കെ ഉള്ളത് അള്ളാഹുവിൻ്റെ ഭക്ഷണം തന്നെയല്ലേ. ഞാൻ എവിടെ നിന്ന് പിന്നെ ഭക്ഷിക്കും? അപ്പോൾ മഹാനവറുകൾ പറയുന്നത് എന്താ? അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിക്കുകയും അവനോട് എതിർ കാണിക്കുകയും ചെയ്യുന്നത് ഉചിതമാണോ? അല്ല. രണ്ടാമത്തെ ഉപദേശം എന്താണ് പറഞ്ഞത്? ഇന്നറത്ത തഅസിയഹു ഫലാ തസ്കുൻ ഫീ ബിലാദിഹി. അള്ളാഹുവിനോട് എതിർ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ്റെ ഭൂമിയിൽ നീ താമസിക്കേണ്ടതില്ല. അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞത്, ഹദാ വല്ലാഹി അശദ്ദു മിനൽ അവൽ. ഇത് ഒന്നാമത്തെ ഉപദേശത്തെക്കാളും കുറച്ചുകൂടി ഗൗരവമുള്ളതാണല്ലോ. കാരണം ദുനിയാ മുഴുവനും അള്ളാഹുവിൻ്റേതല്ലേ, പിന്നെ ഞാൻ എവിടെ താമസിക്കും? എന്നാൽ അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിച്ച് അള്ളാഹുവിൻ്റെ വീട്ടിൽ താമസിച്ച് അവനോട് എതിർ കാണിക്കൽ ഉചിതമാണോ? അപ്പോൾ മറുപടി ഇല്ല, ഉചിതമല്ല. മൂന്നാമത്തെ ഉപദേശം, അള്ളാഹുവിനോട് എതിർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ കാണാത്ത സ്ഥലത്ത് അതെ, അവൻ കാണാത്ത സ്ഥലത്ത് എതിർ കാണിക്കാൻ ഉദ്ദേശിക്കാൻ അവൻ കാണാത്ത സ്ഥലത്ത് വെച്ച് ചെയ്യുക. അപ്പം മറുപടി പറഞ്ഞാൽ ഇതും വളരെ ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെ. കാരണം അതെങ്ങനെ സാധിക്കും? കണ്ണുകളുടെ വഞ്ചന, ഹൃദയം മറച്ചു വെക്കുന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ടല്ലോ. എങ്കിൽ പിന്നെ അപ്പോൾ അള്ളാഹു കാണാതെ ചെയ്യാന്നുള്ളത് നടക്കില്ലല്ലോ എന്ന്. എങ്കിൽ മഹാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിച്ച് അള്ളാഹുവിൻ്റെ വീട്ടിൽ താമസിച്ച് അവൻ കാണുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് എതിർ കാണിക്കൽ നല്ലതാണോ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇല്ല, നല്ലത് തന്നെയല്ല. അപ്പോൾ നാലാമത്തെ ഉപദേശം എന്താണെന്നറിയുമോ? ഇദാ ജാഅ മലക്കുൽ മൗതി ലിഖബ്ളി റൂഹിക് ഫഖുൽ ലഹു അഖ്നി ഹത്താ അതൂബ്. നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുമല്ലോ. അപ്പോൾ ഞാൻ തൗബ ചെയ്ത് നന്നാവട്ടെ, എനിക്ക് അല്പം സമയം തരണം എന്നൊന്ന് പറഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു മഹാരാജ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എന്നിൽ നിന്ന് സ്വീകരിക്കില്ലല്ലോ. കാരണം എങ്ങനെ സ്വീകരിക്കാനാ? മലക്കുൽ മൗത്ത് അള്ളാൻ്റെ ഓർഡറായിട്ടൊക്കെ വന്നതല്ലേ സ്വീകരിക്കുക. അപ്പോൾ അത് നിനക്കറിയുമെങ്കിൽ, മഹാനബ് നിനക്കറിയുമെങ്കിൽ എന്തുകൊണ്ട് നീ തൗബ ചെയ്യുന്നില്ല? എന്നാൽ അഞ്ചാമത്തെ കാര്യവും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ഇദാ ജാ മലക്കുൽ മൗതി ലിഖബ്ളി റൂഹിക്. അഞ്ചാമത്തെ കാര്യം, മുൻകർ നക്കീർ വരുമ്പോൾ അവരെ നിനക്കൊന്ന് തടഞ്ഞു നിർത്താൻ ചോദ്യത്തിൽ നിന്ന്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അതും എനിക്ക് കഴിയുന്ന വിഷയമല്ല. ലാ താഖത്ത ലീ ബിഹിമ, സാധിക്കില്ല. ആറാമത്തെ ഉപദേശം എന്താ? ഇദാ വഖഫ്ത ബൈന യദില്ലാഹി അസ്സ വജല്ല വ അമറ സബാനിയ. അതെ, അള്ളാഹുവിൻ്റെ മുന്നിൽ നീ നിൽക്കുന്നു, നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി സബാനിയാക്കളുടെ അള്ളാഹു കൽപ്പിക്കുന്നു, നീ അങ്ങനെ കൽപ്പിക്കരുതെന്ന് അള്ളാഹുവിനോട് പറയുക. ഇതൊക്കെ കേട്ടപ്പോൾ ആ മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ്, അയാൾ തൗബ ചെയ്ത് മടങ്ങി എന്ന് ചരിത്രത്തിൽ കാണാം. വളരെ അർത്ഥവത്തായ ഉപദേശങ്ങളാണല്ലോ പറഞ്ഞത്. ഈ ഭൂമി സർവശക്തനായ അള്ളാഹു നമുക്ക് പടച്ചവൻ ഭക്ഷണം നൽകുന്നു, നമ്മുടെ കാര്യങ്ങൾ നമ്മളെ സൃഷ്ടിക്കുന്നു, നമുക്ക് ഉപദേശങ്ങൾ തന്നു, നമുക്ക് പോകാനുള്ള ലോകത്തെക്കുറിച്ച് പറഞ്ഞ മുന്നറിയിപ്പ് നൽകുന്നു. അള്ളാഹു കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, അള്ളാഹു അറിയാത്ത ഒന്നുമില്ല. ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനെ ചിന്തിപ്പിക്കാൻ, അവനെ മാറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ അവസരം ഈ ചിന്തകളാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കുക, ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്ന് അടിക്കടി ഉണർത്തുന്ന ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ ആലോചനാവിധേയമായി സമയങ്ങളെ വിനിയോഗിക്കാൻ ഈ പുണ്യ നിമിഷങ്ങളിൽ വിശ്വാസികൾ സന്നദ്ധരാകേണ്ടതുണ്ട്. ബക്കർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഒരു വയസ്സായ ആളെ, വയോധികനെ കണ്ടാൽ പറയും, ഇദ്ദേഹം എന്നേക്കാൾ വളരെ ഉത്തമനാണ്. കാരണം
എനിക്ക് മുമ്പേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയവനാണ്. ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ പറയും അത്രേ, ഇവനും എന്നേക്കാൾ നല്ലവനാണ്, കാരണം അവൻ ചെയ്തതിനേക്കാൾ കൂടുതൽ പാവം ഞാൻ ചെയ്തു പോയല്ലോ, കാരണം എനിക്കാണല്ലോ വയസ്സ് കൂടുതൽ എന്നിങ്ങനെ പറയുമെന്ന് ചരിത്രത്തിൽ കാണാം. മഹത്തുക്കളുടെയൊക്കെ അത് അങ്ങനെയാണ്. ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ ജീവിതം എങ്ങനെയുണ്ട്, എൻ്റെ സമയങ്ങൾ ഞാൻ തുളച്ചു കളയാണോ അല്ല നന്മയിൽ ഉപയോഗപ്പെടുത്തുകയാണോ, ആലോചിച്ചുകൊണ്ട് ഇരിക്കണം. ഖദ് അഫ്ലഹ മൻ തസക്ക, വിശുദ്ധ ഖുർആനാണല്ലോ. സംസ്കരണം സാധ്യമാക്കിയവർ അവർക്ക് വിജയിച്ചിരിക്കുകയാണ്. വമൻ തസക്ക ഫഇന്നമാ യതസക്ക ലിനഫ്സിഹി. വിശുദ്ധ ഖുർആൻ ഈ സംസ്കരണം സാധ്യമാക്കേണ്ടതിൻ്റെ അനിവാര്യതയെ നിരവധി സ്ഥലങ്ങളിലാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ശഅബാന്റെ കുറഞ്ഞ ദിവസങ്ങൾ ധാരാളം ഹൃദയ സംസ്കരണത്തിനും മനസ്സിൻ്റെ നല്ല ശുദ്ധീകരണത്തിനും നമുക്ക് ഉപയോഗപ്പെടുത്തി വിശുദ്ധ റമദാനെ സുന്ദരമായി സ്വീകരിക്കാനുള്ള ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ജഗന്യന്താവ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.